നമുക്കിന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ വർക്ക് ചെയ്യാത്തത് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ചില നേരത്തെ നമ്മൾ പെൻഡ്രൈവ് കുത്തി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി പാസ്വേഡ് അടിച്ചാലും ഒന്നും നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് സൈനിങ്ങിൻ്റെ ഓപ്ഷൻ വരത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രീ റിക്വയർമെൻ്റ് ആയിട്ട് നമുക്ക് ജാവ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അല്ലാതെ പിന്നെ അതിൻ്റെ NSCD സൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2-3 സോഫ്റ്റ്വെയറുകൾ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രൗസർ കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കാം. ഇഷ്യൂ സോൾവ് ആവുന്നുണ്ടാകും. ഇപ്പോൾ കറൻ്റ്ലി സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ NSCD സൈൻ കിട്ടുന്നില്ല, പാസ്വേഡ് അടിക്കാൻ പറ്റുന്നില്ല, പാസ്വേഡ് വരുന്നില്ല. അപ്പോൾ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് ജാവയുടെ ഒരു 391 വെർഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് കിടന്ന വെർഷനെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് വാച്ച് ചെയ്യേണ്ട പ്രോഗ്രാംസ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുള്ളതെന്ന് വെച്ചാൽ ഈ WD പ്രോക്സി എന്ന് പറയുന്നത്, 2 NSCD സൈൻ എന്ന് പറയുന്നത്, 3 ജാവ. ഇത്രയും പ്രോഗ്രാമാണ് നമുക്കിതിനകത്ത് കറക്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പ്രീ റിക്വയർമെൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ ബ്രൗസർ കോൺഫിഗറേഷനും. ഇപ്പോൾ നമ്മൾ ജാവ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ WD പ്രോക്സി അത് തന്നെ. ഇത് WD പ്രോക്സി അല്ല, ഇത് വേറെയും സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്. ചില പെൻഡ്രൈവിനകത്തുണ്ടായിരുന്ന സോഫ്റ്റ്വെയർ വേറെ ആയിരിക്കും. ഇതിപ്പോൾ വാച്ച് ഡേറ്റ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ എല്ലാം അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ഡിജിറ്റൽ സൈനർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അപ്പം അതിനകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫയലാണ് ഇതെന്ന് പറയുന്നത്. കണ്ടോ, NICD സൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിപ്പ് ഫയലായിരിക്കും വരുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 വർഷം കിട്ടുന്ന 1.99 1.98 സ്റ്റേബിളായിട്ടുള്ള 98 ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഉണ്ടാകും. പ്ലീസ് കംപ്ലീറ്റ് യുവർ ബ്രൗസർ കോൺഫിഗറേഷൻ ബിഫോർ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഓക്കെ എടുക്കാം. അപ്പോൾ തന്നെ ഒരു പോപ്പപ്പ് ഓപ്പണായി വരും. നമുക്കിപ്പോൾ ഒരു പോപ്പപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഓക്കെ എടുക്കും. അതിൻ്റെ ഓൾഡർ വെർഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്താൽ മതി, അൺഇൻസ്റ്റാൾ കൊടുത്താൽ മതി. അപ്പോൾ ഇത് റീറൈറ്റ് ആയിക്കോളും. അപ്പോൾ NICD സൈൻ നമുക്ക് അത് റീഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആവുന്നേ ഉള്ളൂ. പഴയത് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പോപ്പപ്പ് പോലെ വന്നതുണ്ടോ. ഇതതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, നമുക്ക് എങ്ങനെ ബ്രൗസർ കോൺഫിഗറേഷൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ മാനുവൽ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇൻസ്റ്റാളിങ് വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ലിനക്സിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നെല്ലാം വരും. ഇത് നിങ്ങൾ ക്ലോസ് ചെയ്യാതിരുന്ന് ഇത് നോക്കിയിട്ട് ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇതിൽ ചെയ്യുന്ന കണക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ വി കനോട്ട് ഫൈൻഡ് ജാവ എന്ന് കാണിക്കുന്നത്. ഓക്കെ എടുത്താൽ മതി. അപ്പോൾ നമ്മളിനി ജാവ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ജാവ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിൻഡോസ് ഏതാണെന്ന് നോക്കണം. 64 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 64 ബിറ്റ് തന്നെ ചെയ്യണം കേട്ടോ. ജാവയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇത് കണക്ക് ഓഫ്ലൈൻ 64 ബിറ്റ് സെറ്റപ്പ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒറ്റ ഫയലായിട്ട് തന്നെ അത് ഡൗൺലോഡ് ആയി വരും. ജാവ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്.
ഇനി നമുക്ക് ആ പെൻഡ്രൈവിനകത്തുള്ള സോഫ്റ്റ്വെയർ പെൻഡ്രൈവിനകത്തുള്ള സോഫ്റ്റ്വെയറും കൂടെ ചെയ്യണം. നമുക്കിത് ആണ് സോഫ്റ്റ്വെയർ. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതാലും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മേജർ പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബ്രൗസർ കോൺഫിഗറേഷനാണുള്ളത്. നമുക്ക് ഇത് WD പ്രോസ്കി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, NHD സൈൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ NHD സൈൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കണ്ടത് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ പെൻഡ്രൈവ് ഓൾറെഡി അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NHD സൈനിന് ഇവിടെ ആണ്. അതിൽ നമുക്ക് സെറ്റിങ്സിനകത്ത് കയറണം. NHD സൈനിനെ എടുത്തിട്ട് സെറ്റിങ്സിനകത്ത് കയറണം. സെറ്റിങ്സിൽ നമുക്ക് ആ പെൻഡ്രൈവിന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഈ ഒരു ഇതുണ്ട് പ്രോക്സി എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്ത് കാണിച്ചു കൊടുക്കും. ഇതെന്ന് പറയുന്നത് ആ പെൻഡ്രൈവിൻ്റെ ഡ്രൈവർ ഫയലാണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി ഈ ഒരു signature.p ആണ്. വാച്ച് ഡേറ്റയ്ക്കകത്ത് അത് തന്നെയാണ് വരുന്നത്. ഈ ഫയൽ തന്നെയാണ് signature.p1 എന്ന് തന്നെ വരാറ്. ചിലപ്പോൾ വേറെ വല്ല ടോക്കണും DSCയുടെ തന്നെ വേറെ ടോക്കണൊക്കെ ഉണ്ട്. അതിന് ചിലപ്പോൾ ഇതും വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് C പ്രോഗ്രാമിനകത്ത് 32-ക്കകത്ത് കയറിയിട്ട് ബ്രൗസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഓക്കെ എടുത്താൽ മതി. ഇത് ഓക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡിവൈസ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഡിവൈസ് ഡിറ്റക്റ്റ് ചെയ്താണെന്നും എല്ലാം അറിയാൻ പറ്റും നമുക്ക്. കണ്ടോ, ഇപ്പോൾ എല്ലാം ഡിവൈസ് ഡിറ്റക്റ്റ് ആയിട്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം പെൻഡ്രൈവ് ഒന്ന് ഊരിയിട്ട് വീണ്ടും കണക്ട് ചെയ്യണം. ക്വിക്ക് സൈൻ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് നോർമലി കാണിക്കണം. ഇപ്പോൾ നമ്മളെല്ലാം സക്സസ്ഫുള്ളി കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൈനർ വന്നിട്ടുണ്ട്.